കൊറിയർ അയക്കാനും മാത്രം. ആർക്കൊന്നാണത്? ഞാൻ ആരാ ഇവിടെ ഇവനെന്നൊക്കെ വിളിക്കാനും മാത്രം? ആനന്ദ്. എന്താ അത്? വല്ല കഥയായിരിക്കും. അവൻ അയച്ചു കൊടുത്ത മാഗസീൻകാർ തിരിച്ചയച്ചതായിരിക്കും. തുറന്നോക്ക്, എന്താ നമുക്കറിയാലോ. അയ്യേ പേന. ഹാ, ഇതായിരുന്നോ? ഇതാ മറ്റേ മാജിക് പെൻ അല്ലേ? മാജിക് പെന്നോ? ആഹാ, അപ്പൊ നീ അറിഞ്ഞില്ലേ? എടാ, ഈ പെന്നിൽ എന്തോ സൂപ്പർ പവർ ഉണ്ടെന്ന് അവൻ പറയണേ. ഇത് വെച്ച് എഴുതി കഴിഞ്ഞാ അവന്റെ കഥ ഹിറ്റ് ആവുമെന്ന്. ആഹാ, എന്നാ അതൊന്നും അറിയണമല്ലോ. എടാ 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 വേണ്ടടാ, അവനൊരു വിശ്വാസമല്ലടാ. എന്താന്ന് വെച്ചായിക്കോട്ടെ. വേണ്ട വേണ്ട, ഇത്തരം അന്ധവിശ്വാസങ്ങളൊന്നും ഞാൻ വെച്ച് പൊറുപ്പിക്കത്തില്ല. വിശ്വാസമൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ കയറി നീ ഇന്റർഫിയർ ചെയ്യരുത്. എന്നാലും ഇങ്ങനെയുണ്ട് അന്ധവിശ്വാസം. എനിക്കുണ്ട് അന്ധവിശ്വാസമൊക്കെ. എന്നാലും ഇത് കുറച്ച് ഓവറാ. നിനക്കെന്താ അന്ധവിശ്വാസം ഉള്ളത്? അതിപ്പോ എങ്ങനെയാ പറയാ. ആ, നീ ഒരു നല്ല പെൺകുട്ടിയാണെന്ന് ഒരു വിശ്വാസമുണ്ട്. അത് അന്ധവിശ്വാസമാണെന്ന് അറിഞ്ഞിട്ടും ഞാൻ എന്റെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നില്ലേ. ആഹാ, അപ്പൊ എനിക്കുണ്ട് അന്ധവിശ്വാസം. അതെന്താണെങ്കിലും എനിക്കറിയണ്ട. അന്ധവിശ്വാസം പറയുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും കുറ്റകരമാണ്. നിന്നെക്കുറിച്ചുള്ള എന്റെ അന്ധവിശ്വാസം എന്താന്ന് ഞാൻ പറയട്ടെ. വേണ്ട പാറു, വേണ്ട. നീ രക്ഷ പ്രാപിക്ക്. നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേറെ ആളുണ്ട്. ഓ, സാജനായിരിക്കും ഉദ്ദേശിച്ചത്. അവൻ ജീവിതം എടുത്തതിന്റെ പുറകെ കിടക്കുന്നവനാ. അവൻ പ്രാർത്ഥിച്ചാൽ ഫലിക്കാൻ പോകുന്നില്ല. അതെന്തെങ്കിലും ആയിക്കോട്ടെ, ഞാനിപ്പോ ഒരു കാര്യം പറയുന്നുള്ളൂ. നീ അവനെ പെൻ തിരിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ ഞാൻ അവനോട് പോയി പറയും നീ അവനെ പെൻ അടിച്ചു മാറ്റിന്ന്. ഓ പിന്നെ, എങ്കിലും അവൻ വന്ന് തല്ലു കൊല്ലുമായിരിക്കും. കൊല്ലില്ലായിരിക്കും, പക്ഷെ തല്ലും. തല്ലിയ കലാകാരന്റെ കൊലപാതകം ഇവിടെ നടക്കും. ഓഹോ, നീ കുറെ ചെയ്യും. അതെ, നിങ്ങളെ പണ്ടത്തെ ബെറ്റിൽ ഇഞ്ഞും ബാക്കിയുണ്ട് ഒരു 3 അടി. എന്നാ മറന്നോ? 3 അടി വാമനമട്ട് മാവലിക്കൂടെ ടാർജറ്റ് അല്ലേ? 3 അടി. 7 അടി വാങ്ങാൻ അറിയാമെങ്കിൽ ബാക്കി 3 അടിയും കൂടെ വാങ്ങാനുള്ള കരുത്ത് എനിക്കുണ്ട്. ഹെടാ, നാണല്ലോ നിനക്ക്. മേടിച്ചു കൂട്ട് ബാക്കിയും കൂടി. ആണുങ്ങളാകുമ്പോ തല്ല് വാങ്ങും കൊടുക്കും. നീ എന്തിനാ അതോട്ട് അസൂയപ്പെടുന്നത്? എടാ, നിന്റെ കാര്യം പറയുമ്പോ എന്തിനാണ് നീ ആണുങ്ങളുടെ കാര്യം എടുത്തിടുന്നേ? അത് പിന്നെ കണ്ടോ, ചമ്മി ചമ്മി ചമ്മില്ലേ? ഇനി മതി, ഇനി മിണ്ടണ്ട. ശരി, എനിക്ക് ഈ പേന കിട്ടിയെന്ന് നീ അവനോട് ഒന്ന് പറഞ്ഞു കൊടുക്ക്. നിന്റെ മറ്റേ കാര്യം ഞാൻ എല്ലാവരോടും പറയും. ഏത് കാര്യം? മറ്റേ കാര്യം. ഷേ, ഏത് മറ്റേ കാര്യം? എടാ, ഇനി പറയണോ? പോയി പറ, ഓടിപ്പോയി പറ. പറ, പോയി പറ, ചെല്ല്. വേണ്ട. ചെന്ന് പറയാന്ന് പറ പ്ലീസ്. പറ. വേണ്ട. ചെന്ന് പറയാന്ന് പറ പ്ലീസ്. അയ്യോ എന്റെ പൊന്നു മോനെ, വേണ്ട, എനിക്കൊന്നും പറയണ്ട. മാജിക് പെൻ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. വലിയ ആലോചനയെല്ലാം തോന്നുന്നു. അതെങ്ങനെ മനസ്സിലായി? ആലോചിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമല്ലേ ഇത്? ഒന്ന് നമ്മുടെ കരിയറിനെ പറ്റിയും പിന്നെ പിന്നെ അല്ല, ഈ ലവറിനെ കുറിച്ചുമൊക്കെ. സമ്മതിച്ചിരിക്കുന്നു. താനാള് നിസ്സാരക്കാരനല്ലല്ലോ. സത്യം, ഞാൻ നിസ്സാരക്കാരനല്ല. ഞാൻ ടോണി. ഞാൻ സുരേഷ്, ഒരു US ബേസ്ഡ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനിയുടെ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്. അപ്പൊ ശരി. പേടിക്കൊന്നും വേണ്ട, ഞാൻ മാർക്കറ്റ് ചെയ്യാനൊന്നും വന്നതല്ല. നിങ്ങളിവിടെ ബോറടിച്ചിരിക്കുന്ന കണ്ടപ്പോൾ ഒന്ന് സംസാരിച്ച് ചെറിയൊരു കമ്പനി തരാമെന്ന് ഓർത്തു, അത്രേ ഉള്ളൂ. കമ്പനി തരുന്നതൊന്നും കുഴപ്പമില്ല, പക്ഷെ തന്റെ കമ്പനിയെ കുറിച്ച് പറയാണ്ടിരുന്നാൽ മതി. എന്താ സാർ അങ്ങനെ പറഞ്ഞത്? ഈ US UK ബേസ്ഡ് കമ്പനികളുടെ നല്ലൊരു കസ്റ്റമറായിരുന്നു ഞാൻ പണ്ട്. ഓഹോ, അങ്ങനെ കുറേ ക്ഷീണം ഞാൻ വരുത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് കേൾക്കുമ്പോഴേ ഹാർട്ട് ബീറ്റ് കൂടും. ഞാൻ എൻ്റെ കമ്പനിയെക്കുറിച്ച് പൊക്കി പറയുകയാണെന്ന് വിചാരിക്കുന്നു. ഇതിൽ ചേരുന്ന കസ്റ്റമേഴ്സിന് ഇഷ്ടംപോലെ പണം ലാഭം കൊടുക്കുന്നതുകൊണ്ടും പറയല്ല. ഈ കമ്പനിയുടെ ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ: എല്ലാവരെയും പണക്കാരാക്കുക. അത് കൊള്ളാമല്ലോ. അത് കൊള്ളാലോ, അതല്ലേ പറഞ്ഞത്. ഇതിലൊരു പുതിയ സ്കീം വന്നാൽ കമ്പനി ആദ്യം നോക്കുന്നത് കസ്റ്റമർക്ക് കോടികൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്ന് മാത്രമാണ്. അത് കൊടുക്കാൻ പറ്റിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകൂ. എന്താ അത്? കമ്പനിയുടെ ലാഭം. ആദ്യം കമ്പനിക്ക് വലിയ ലാഭമൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും ഞങ്ങളുടെ കമ്പനി
അമേരിക്കയിലെ വട്ടിപ്പലിശക്കാരുടെ കയ്യിൽ നിന്ന് 112% കൊള്ളപ്പലിശയ്ക്ക് പണം കടമെടുത്ത് ഇന്ത്യയിലെ കസ്റ്റമേഴ്സിന് ലാഭം കൊടുത്തു. ഓ, എന്താ നിങ്ങളുടെ കമ്പനിയുടെ പേര്? സക്സസ് സക്സസ് വേസ്. അല്ല, എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? വേണ്ട സാർ, അത് വേണ്ട സാർ. എന്താ ഇത് പറ്റി? അല്ല, സാർ ആദ്യം തന്നെ പറഞ്ഞല്ലോ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ലെന്ന്. സോറി സാർ, എൻ്റെ കമ്പനിയെ കുറിച്ച് ഓർത്തപ്പോൾ ഞാൻ അറിയാതെ പറഞ്ഞു പോയി. ഛേ, എന്തായാലും സുരേഷ്, ധൈര്യമായിട്ട് പറയൂ, ഞാനല്ലേ ചോദിക്കുന്നത്. എന്താ നിങ്ങളുടെ സ്കീമുകളൊക്കെ? പറയട്ടെ സാർ. പറ. അത് പിന്നെ ഈ സ്കീമുകളെന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം കേട്ടിട്ട് സാറ് തന്നെ ഒരെണ്ണം തിരഞ്ഞെടുത്താൽ മതി. നമുക്ക് ഈ കുറച്ച് ഇനിഷ്യൽ മുടക്കിയിട്ട് കൂടുതൽ ലാഭം കിട്ടുന്ന അങ്ങനെ ഏതെങ്കിലും സ്കീം ഉണ്ടോ? എന്നാ പിന്നെ ജംബോ ആയാലോ? അതെന്താ ജംബോ? സ്കീമാണ്. അല്ലെ, ജംബോ എന്താ സംഭവം? സക്സസ് വേയുടെ സ്വന്തം താരമാണ് ജംബോ. വെറും 1000 മുടക്കിയിട്ട് ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന സക്സസ് വേയുടെ സ്വന്തം ജംബോ. അത് കൊള്ളാം. ഇൻട്രസ്റ്റിംഗ്. എന്നാ കേട്ടോ, ഈ ജംബോയിൽ സാറ് ഫേസ് ചെയ്യേണ്ടത് only 5 doors, 5 വാതിലുകൾ. അത്രേ ഉള്ളൂ. എൻ്റെ നാരായണ, ഈ കഴിവെന്ന് പറയുന്ന സാധനം എനിക്കോ കുറവാ. എൻ്റെ മാജിക് പേനക്കെങ്കിലും ഒന്ന് പെർഫോം ചെയ്യാൻ പറ്റണേ നാരായണ. നിന്റെ നാമത്തിൽ തന്നെ ഞാനിത് ഉദ്ഘാടനം ചെയ്യട്ടെ. എൻ്റെ നാരായണ, എൻ്റെ മാജിക് പേന നീ ഭസ്മാക്കിയോ? എടി പാറു, എന്താടാ പേടിച്ചു പോയല്ലോ? അഡ്രസ് ചെയ്താൽ നിനക്ക് എൻ്റെ പേനയെ കണ്ടുള്ളൂ. എടാ, ഇതൊരു ഇന്റർവ്യൂ കാർഡാണ്. ഇത് ഫിൽ ചെയ്യാനാണ് ഞാൻ പെൻ എടുത്തത്. അത് മനസ്സിലായി, എന്നാലും കഷ്ടായി. ഞാൻ ഉദ്ഘാടനം ചെയ്യാനിരുന്ന പേന. ഇതിന്റെ ഉദ്ഘാടനമൊക്കെ എപ്പോഴേ കഴിഞ്ഞു. നീ ഉദ്ഘാടനം ചെയ്ത പേന ഇനി എന്തായാലും എനിക്ക് വേണ്ട. ഇതുകൊണ്ട് എഴുതിയ കഥ ഹിറ്റാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഉദ്ഘാടനം ചെയ്ത ആള് ഇപ്പൊ ആ പെൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ടാവും. എന്താ എന്താ നീ ഇപ്പൊ പറഞ്ഞേ? അല്ലടാ, നീ എന്തിനാ വെറുതെ ടെൻഷൻ ആവുന്നേ? ഒരു നല്ല കാര്യത്തിനല്ലേ ഞാൻ നിന്റെ പെൻ എടുത്തത്. ആരുടെ നല്ല കാര്യത്തിന്? നിന്റെ. ഇതെന്റെ നല്ല കാര്യത്തിന് വാങ്ങിച്ചേ. ആ, ഇപ്പൊ എനിക്ക് മനസ്സിലായി. എന്ത്? ടോണി ചെയ്തത് ശരിയാണെന്ന്. അവൻ എന്ത് ചെയ്തു? അല്ല, അവൻ എന്താ ഇപ്പൊ ചെയ്യാത്ത? അവൻ എന്താ ചെയ്തേ പറ. അവൻ നിന്റെ കഥ ശപിച്ചിട്ടുണ്ട്. നിന്റെ കഥ ഒരിക്കലും നന്നാവില്ല എന്നാണ് അവന്റെ പ്രതീക്ഷ. എന്റെ നാരായണ, എന്റെ മാജിക് പേനയ്ക്ക് എതിരാളികളോ? ആ പേൻ തരോ? വേണോ? പൊടി. സാർ, ഇവിടുത്തെ ചില ലോക്കൽ മണി ചെയിൻ സ്ഥാപനങ്ങളുടെ സ്കീം കേട്ടിട്ടില്ലേ? ആദ്യം നമ്മൾ ഒരു പേയ്മെന്റ് ചെയ്യണം, പിന്നെ ലെഫ്റ്റ് ലെഗിൽ ഇത്ര, റൈറ്റ് ലെഗിൽ ഇത്ര എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോന്നോ? അതുപോലെ ഒരെണ്ണം ചെന്ന് ചേർന്നിട്ടാ എന്റെ ലെഗ് ആദ്യമായിട്ട് ഒടിഞ്ഞ്. ഇതിലുണ്ടോ അതുപോലെയൊക്കെ? അവിടെയാണ് സക്സസ് വേ വ്യത്യസ്തമാകുന്നത്. സാറേ, ഇവിടെ ലെഗുകളില്ല, ഡോറുകൾ മാത്രം. ഡോറുകളോ? അതെന്താ? വാതിലുകൾ. ജംബോയിൽ 5 ഡോറുകളാണുള്ളത്. അതിലാദ്യത്തേത് സ്വൽപ്പം പാടാ. സാർ ഒരു 10,000 രൂപ അടച്ച് ഈ ഡോറിന്റെ മുമ്പിൽ വന്ന് നിൽക്കണം. അല്ല, 10,000 രൂപ അടച്ച ഡോർ തുറക്കോ? സാറ് ധൃതി വെക്കാതെ. സാറ് ഡോറിന്റെ മുമ്പിൽ വന്ന് നിന്നാൽ പിന്നെ സാറ് വെറുതെ നിൽക്കരുത്. ഉടനെ തന്നെ ഓടിപ്പോയി 2 പേരെ പിടിച്ച് ഡോറിന്റെ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ട് സാർ ഈ ഡോർ തുറന്ന് കയറി അങ്ങ് പോണം. അല്ല, ഇപ്പോ ഇവര് വരുന്നില്ലേ? എങ്ങോട്ട്? അകത്തേക്ക്. അതവര് വേറെ ആരെങ്കിലും 2 പേരെ ചേർത്തിട്ട് കയറി വന്നോളൂ. അവര് കയറി വരുന്ന അനുസരിച്ച് ഓട്ടോമാറ്റിക്കലി ബാക്കി 4 ഡോറും സാറിന്റെ മുമ്പിൽ തുറന്നു വരും. അപ്പൊ പിന്നെ ഓരോ ഡോറിനും കാശ് എത്ര വെച്ച് കിട്ടും? അത് പുറയുന്നുള്ള ഉന്തുപോലിരിക്കും. നല്ല ഉന്താണെങ്കിൽ ഓരോ ഡോറിനും 5,000 വെച്ച് സാറിന് കിട്ടും. 5,000, 4 ഡോർ 20,000 രൂപ കിട്ടും. യെസ്. മാത്രമല്ല, പ്ലീസ് ഫോളോ മീ. 5 ഡോറ് സാറ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 50,000 രൂപ സാറിന്റെ കയ്യിലോട്ട് കമ്പനി തരും. ലോണാണോ ഇനി? ഫ്രീ ആയിട്ട്, ചുമ്മാ നമ്മുടെ സക്സസ് വേയുടെ ഒരു സന്തോഷത്തിന്. അല്ല, ഈ 50,000 രൂപ തന്നു കഴിഞ്ഞാ കളി കഴിഞ്ഞു. സാർ എന്താ കരുതിയത്? ഈ 5 ഡോറിന് 10,000 രൂപ അടച്ച സാറിന് വെറും ഒരു 70,000 രൂപ തന്ന് അങ്ങ് വിടുവന്നോ? അയ്യോ, വിടല്ലേ, ഇനിയും തരണം. അതാണ്, തരും. കമ്പനി ഇനിയും വാരിക്കൊരു തരും. ആദ്യം കാറ്, പിന്നെ ഹോം അപ്ലയൻസസ്, മാസാമാസം ഗിഫ്റ്റുകൾ. വെറുതെ വീട്ടിലിരുന്ന് ഇതൊക്കെ റിസീവ് ചെയ്താൽ മതി. ഈ കമ്പനിക്ക് എന്താ പ്രാന്താണോ? ഏതായാലും ചേരാ. സാറേ,
നമുക്ക് ഡോറിന് മുമ്പിൽ ആരെയെങ്കിലും രണ്ടുപേരെ കൊണ്ട് നിർത്തണ്ടേ? അവസാനം കമ്പനിയുടെ ഷെയർ വരെ സാറിന് കിട്ടാനുള്ളതാ. അല്ല, അവസാനത്തിന്റെ അവസാനം ഷെയറും തന്നിട്ട് കമ്പനി എന്റെ പേരിൽ അങ്ങനെ എഴുതി തരൂ. സംഭവിച്ചേക്കാം. സക്സസ് അല്ലേ സ്ഥാപനം. അപ്പോ ആദ്യം ഞാൻ എന്താ വേണ്ടത്? ആദ്യം സാറ് ഡോറിന് മുമ്പിൽ വന്ന് നിൽക്കണം. പിന്നെ വാതിൽ തുറക്കണം. ഓക്കെ, വാ പോവാം. വാ വാ. റോയ് സാർ ഒന്നും പറഞ്ഞില്ല. ഞാൻ നല്ലപോലെ പറഞ്ഞിട്ടുണ്ട് ഇവനോട് പണ്ട്. അയ്യോ സാർ, സക്സസ് വേക്ക് പറ്റിച്ച പാരമ്പര്യമില്ല, ലഗുമില്ല, ചതിയുമില്ല. ഒരു ജെനുവിൻ സ്ഥാപനമാണ് സക്സസ് വേ. എന്താ നിങ്ങളുടെ അഭിപ്രായം? എൻ്റെ അഭിപ്രായം നിങ്ങൾ എല്ലാവരും ചേരണമെന്ന്. ഛേ, തൻ്റെ അല്ല, ഞാൻ ഇവരോടാ ചോദിച്ചത്. എനിക്ക് ചെറിയൊരു താല്പര്യമൊക്കെ ഉണ്ട്. എനിക്ക് നല്ല താല്പര്യമുണ്ട്. എനിക്ക് തീരെ താല്പര്യമില്ല. എനിക്കും വലിയ താല്പര്യമില്ല. സാർ, സ്വന്തം അനിയനല്ലേ, ഒരു ഡോറ് ചുമ്മാ കയറ്റി അങ്ങ് വിടണം. അയാൾ കയറി അങ്ങ് പോട്ടെ. അതെ റോയിച്ച, പ്ലീസ്, ഞാൻ അന്നുണ്ടാക്കിയ നഷ്ടത്തിനൊക്കെ ഒരു പരിഹാരം ആയിക്കോട്ടെ. ആ സമ്മതിക്ക് റോയ്ച്ചാ. സാറേ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് മതിയിട്ടാ. ആവശ്യമില്ലാത്ത പല ഡോറുകളും ജീവിതത്തിലേക്ക് വരും. കണ്ടില്ല എന്ന് വെച്ച് മുമ്പോട്ട് പോയാൽ മതി. എനിക്ക് താല്പര്യമില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ശരി, നമുക്ക് നോക്കിക്കളയാം. അപ്പോ ഇങ്ങോട്ട് നോക്ക്. കൊച്ചു കള്ള, ഒറ്റയടിക്ക് ആദ്യത്തെ ഡോർ ചവിട്ടിപ്പൊളിച്ച് അകത്ത് കയറിയില്ലേ? ഗ്രേറ്റ് മാൻ, ഗ്രേറ്റ്. താങ്ക്സ് സുരേഷ്, താങ്ക്സ്. യു ആർ ദ മാൻ. അങ്ങനെ നായകൻ ഭരദ്വാജിന്റെ അവസാന പൈസയും അയാൾ പ്രതീക്ഷ കൈവിടാതെ മണി ചെയിനിലേക്ക് ഇറക്കുന്നു. അതിന്റെ റിസൾട്ട് ഭരദ്വാജിനെ അറിയിക്കാനെത്തിയത് വില്ലൻ നസീറായിരുന്നു. നസീർ എന്തോ ചിന്തിക്കുന്നു. എന്താ ചിന്തിച്ചത്? പറഞ്ഞായിട്ടില്ലേ എന്തോ ചിന്തിച്ചു. ഛേ, ബാക്കി വായിക്കു റോയ്ച്ചാ. അങ്ങനെ നസീർ എന്തോ ചിന്തിച്ച ശേഷം വാതിൽ തുറന്ന് അകത്ത് കയറിയതും പ്രതീക്ഷ കൈവിടാതെ ഭരദ്വാജ് നസീറിന്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു, എടാ, എന്തായി റിസൾട്ട്? എനിക്ക് പ്രോഫിറ്റ് ഉണ്ടോ? ഇവരുടെ സംസാരം ഒരു ജനലിൽ നിന്നുകൊണ്ട് നായികയും വേറൊരു ജനലിൽ നിന്നുകൊണ്ട് നായികയുടെ അച്ഛനും കേൾക്കുന്നു. നസീർ പറഞ്ഞു, ഇല്ല. അല്ല, നീ ഇതിനിറക്കിയ പണവും നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ നായകൻ ഭരദ്വാജ് നസീറിനെ വെളിയിലാക്കി കഥകടച്ച് ആത്മഹത്യ ചെയ്യുന്നു. പിന്നെ നായികയും പോയി മരിക്കുന്നു. അടുത്ത ദിവസം ആ സത്യം എല്ലാവരും അറിഞ്ഞു. ആ ബിസിനസ്സിൽ 2 കോടി ലാഭം ഭരദ്വാജിനുണ്ടായിരുന്നു. നായികയെ കിട്ടാൻ നസീർ കളിച്ചതാണെന്ന സത്യം നാട്ടുകാർ നസീറിനെ കൂട്ടം കൂടി തല്ലുന്നു. അപ്പോഴും ഭരദ്വാജിന്റെ ആത്മാവ് എവിടെയോ ഇരുന്ന് പല്ലിയായി ചിലച്ചു. ആ ചിലച്ചതിന്റെ അർത്ഥം സ്ക്രീനിൽ എഴുതി കാണിക്കുന്നു. അവനെ തല്ലരുത്, നസീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ശുഭം.
എങ്ങനെയുണ്ട്? മാജിക് പെന്നിന്റെ ആണോ നിന്റെ സമയത്തിന്റെ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല കഥ. എനിക്കത്രേ പറയാനുള്ളൂ. ഇത് ഹിറ്റാവും ഉറപ്പാ. താങ്ക്സ് റോയ്ച്ച. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ലേ എന്റെ മാജിക് പേൻ, എന്റെ മാജിക്. എവിടേക്കോ നമ്മളെല്ലാരും സ്പർശിച്ചതുപോലെ ഉണ്ടല്ലേ റോയിച്ച? ഉം. സത്യം. നടന്നതോ നടക്കുന്നതായ സംഭവം പോലെ തോന്നി. ഇത് ഹിറ്റാവൂടാ. അല്ല, ഇത് സിനിമയ്ക്കുള്ള കഥയല്ലേ? അല്ല, ഷോർട്ട് ഫിലിമിന്റെ. ആ, എന്ത് കുന്തായാലും ഇത് ഹിറ്റാടാ. നിങ്ങളോട് എല്ലാവരോടും ഞാൻ മറ്റൊരു കാര്യം കൂടി അറിയിക്കട്ടെ. ഇത് മാജിക് പെന്റെ കഴിവൊന്നുമല്ല. അവന്റെ യഥാർത്ഥ മാജിക് പെൻ ഇതാണ്. അതെനിക്ക് ആ പിശാശി ചിഞ്ചു എന്ന പേനയാ. എടാ, കഴിവും ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാവർക്കും ഇതുപോലെ മാജിക്കുകളൊക്കെ കാണിക്കാൻ പറ്റും. ഇതാ പിടിച്ചോ, പിടി. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. ഓക്കെ, താങ്ക് യു. അപ്പൊ എന്റെ 750 രൂപ മാജിക്കാരുടെ പോക്കറ്റിലും. അയ്യോ. അവന്റെ ഒരു സക്സസ് 30,000 കൊണ്ട് തുറച്ചപ്പോ മതിയല്ലോ നിനക്ക്. റോയ്ച്ച, അങ്ങനെ വേണം. എന്നുണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാലോ റോയ്ച്ച. റോയ്ച്ച. അയ്യോ. പോടാ. എന്റെ കൈ. അതെ, നസീർ അല്ല സുരേഷ് കള്ളം പറഞ്ഞായിരിക്കും. അവനൊരു സുരേഷ്, അവന് ഞാൻ വേറെ വെച്ചിട്ടുണ്ട്. തുറക്കത്തില്ല, മൊത്തത്തിൽ ഡോറാണല്ലോ. നിന്റെ സുരേഷിന്റെ സക്സസിലേക്കുള്ള ഡോറല്ല, റോയ് വാടകയ്ക്കെടുത്ത വീടിന്റെ ഡോറാ. എന്റെ കഥയായിട്ട് സാമ്യമുള്ള അതേ ഡയലോഗും സീനും ഒരു കലാകാരൻ മുമ്പിൽ കാണേണ്ടതല്ല എഴുതേണ്ടത്. അതുകൊണ്ട് ക്ലൈമാക്സ് മാറ്റി എഴുതേണ്ടി വരും. റോയ്ച്ചന്റെ അടിക്ക് നല്ല പവറാ.